കാർഷിക വാർത്തകൾ. ഉൽപാദനം കുറഞ്ഞതുകൊണ്ട് റെക്കോർഡ് വിലയിലേക്ക് നാളികേരം. മാറ്റമില്ലാതെ റബ്ബർ വില, ഉണർവിൽ ഏലം, കുരുമുളക് വിപണികൾ. കാലാവസ്ഥാ വ്യതിയാനം മൂലം നാളികേരോൽപാദനം കുറഞ്ഞത് റെക്കോർഡ് വിലയ്ക്ക് അവസരമൊരുക്കി. നാളികേരോൽപാദനത്തിൽ സംഭവിച്ച കുറവ് വർഷാന്ത്യം വരെ തുടരുമോ എന്ന ആശങ്കയിലാണ് കൊപ്രയാട്ട് വ്യവസായ രംഗം. കൊപ്ര സർവകാല റെക്കോർഡ് നിലയായ 18,300 രൂപയിൽ നീങ്ങുമ്പോഴും മില്ലുകാർ ചരക്ക് ക്ഷാമത്തിൽ നട്ടം തിരിയുകയാണ്. കേന്ദ്രം കൊപ്രയ്ക്ക് പ്രഖ്യാപിച്ച താങ്ങുവിലയായ 11,582 രൂപയിൽ നിന്നും ഇതിനകം ക്വിന്റലിന് 6,718 രൂപ ഉയർന്നാണ് ഇടപാടുകൾ നടക്കുന്നത്. കൊച്ചിയിൽ വെളിച്ചെണ്ണയ്ക്ക് ഇന്ന് ക്വിന്റലിന് 200 രൂപ കയറി റെക്കോർഡായ 27,400 രൂപയായി. സംസ്ഥാനത്തെ മുഖ്യ വിപണികളിൽ റബ്ബർ വിലയിൽ മാറ്റമില്ല. 4ാം ഗ്രേഡ് കിലോ 197 രൂപയാണ്. ഏഷ്യൻ രാജ്യങ്ങൾ ടാപ്പിംഗ് സീസൺ ഒരുങ്ങുന്ന സാഹചര്യത്തിൽ വൈകാതെ അവർ വിൽപ്പനക്കാരായി മാറും. പുതിയ ഷീറ്റ് തയ്യാറാവും മുന്നേ സ്റ്റോക്ക് വിറ്റഴിക്കാനുള്ള സാധ്യത വിലയിൽ പ്രതിഫലിക്കാം. ഇതിന്റെ സൂചന പോലെ ഇന്നലെ തായ്ലാന്റിൽ റബ്ബർ വില ഇടിഞ്ഞു. എന്നാൽ ഇന്ന് അവരുടെ വിലയിൽ മാറ്റമില്ല. കിലോ 203 രൂപയാണ് വില. ഉൽപാദന മേഖലയിൽ രാവിലെ നടന്ന ഏലക്ക ലേലത്തിൽ ആഭ്യന്തര വ്യാപാരികളും കയറ്റുമതിക്കാരും സജീവമായിരുന്നു. ആകെ 22,000 കിലോ ഏലക്ക മാത്രമാണ് വിൽപ്പനയ്ക്കെത്തിയത്. കുരുമുളക് വിപണിയിൽ വീണ്ടും ഉണർവ്. ഇന്നും ഇന്നലെയുമായി ക്വിന്റലിന് 200 രൂപ വർദ്ധിച്ച് അൺഗാർബിൾഡ് 68,200 രൂപയിലും ഗാർബിൾഡ് 70,200 രൂപയിലും വിപണനം നടന്നു. കൊച്ചിയിൽ ആകെ 25 ടൺ കുരുമുളകാണ് വിൽപ്പനയ്ക്കെത്തിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സ്റ്റോക്കുകളിൽ കുറവുണ്ടായിട്ടും ആഗോള കാപ്പി വിലയിൽ നേരിയ ഇടിവ്. ആഗോള പ്രവണതയുടെ ചുവടുപിടിച്ച് ഇന്ത്യൻ വിപണിയിലും ഇടിവ് നേരിട്ടു. കാപ്പി വിലയിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നിലവിലെ വില റെക്കോർഡ് നിരക്കിലാണുള്ളത്. ആഗോള വിപണികളിൽ റോബസ്റ്റ വിഭാഗത്തിൽ സ്റ്റോക്കിൽ ഇടിവുണ്ടായിട്ടുണ്ട്. എന്നാൽ അറബിക്ക വിഭാഗം സ്റ്റോക്കിൽ വർധനയാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് റിപ്പോർട്ട്. മികച്ച മൺസൂൺ ഒക്ടോബർ മുതലുള്ള മികച്ച വിളവെടുപ്പിനുള്ള സാധ്യതയാണ് നൽകുന്നത്. എന്നിട്ടും ആഗോള പ്രവണതകളുടെ ചുവട് പിടിച്ച് ഇന്ത്യയിലും വിലയിടിവ് നേരിയ തോതിൽ പ്രകടമായി. ബ്രസീലിലെ വിളവുകളുടെ മെച്ചപ്പെട്ട പ്രവചനമാണ് മാർക്കറ്റിന്റെ വില തിരുത്തലിന് കാരണമാകുന്നത്. അനുകൂല കാലാവസ്ഥയിൽ ജൂലൈ മുതൽ വിളവ് പ്രതീക്ഷിച്ചതിലും മികച്ചതായിരിക്കുമെന്നാണ് ബ്രസീലിൽ നിന്നുള്ള റിപ്പോർട്ട്. കാലാവസ്ഥാ പ്രശ്നങ്ങൾ വിളവിനെ ബാധിക്കുന്നതിനാൽ 2025-26 ഒക്ടോബർ മുതൽ ഇന്ത്യയിലെ കാപ്പി വിളവിൽ 2.4% ഇടിവുണ്ടാകുമെന്നാണ് US കൃഷി വകുപ്പിന്റെ മുംബൈയിലെ പ്രാദേശിക ഓഫീസ് മുൻപ് പ്രവചിച്ചിരുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിലക്കയറ്റ ഡയറക്ടറേറ്റ് ഇറക്കുമതി പകുതിയോളം കുറയ്ക്കാൻ ഈ നീക്കം സഹായിക്കുമെന്ന് വിലയിരുത്തൽ. വിലക്കയറ്റം, വർദ്ധിച്ചുവരുന്ന ആവശ്യകത, കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കൽ എന്നീ ഘടകങ്ങളാണ് ഇന്ത്യൻ വിപണിയിൽ കൊക്കോ കൃഷിയെ സജീവമാക്കുന്നത്. വളർന്നുവരുന്ന ചോക്ലേറ്റ് വ്യവസായം നിലനിർത്തുന്നതിന് ഇന്ത്യ നിലവിൽ കൊക്കോ പരിപ്പും മറ്റു കൊക്കോ ഉൽപ്പന്നങ്ങളും ഇറക്കുമതി ചെയ്യുകയാണ്. ശാസ്ത്രീയമായ കൃഷിയുടെ വികസനം, നടീൽ വസ്തുക്കളുടെ ഉൽപ്പാദനം, ശേഷി വർദ്ധിപ്പിക്കൽ എന്നിവയിലൂടെ രാജ്യത്തെ കൊക്കോ മേഖലയ്ക്ക് വളർച്ച കൈവരിക്കാൻ സാധിക്കുമെന്നാണ് കൊക്കോ വികസന ഡയറക്ടറേറ്റ് ഡയറക്ടർ ഫെമിന പറഞ്ഞു. ചോക്ലേറ്റ്, മധുരപലഹാര ഉപഭോഗം എന്നിവയിലെ വർധന കാരണം വർദ്ധിച്ചുവരുന്ന ആഭ്യന്തര ആവശ്യം നിറവേറ്റുന്നതിനായി ഇന്ത്യ പ്രതിവർഷം 1.26 ലക്ഷം ടണ്ണിലധികം കൊക്കോ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. 4,247 കോടി രൂപയാണ് ഇന്ത്യയുടെ കൊക്കോ ഇറക്കുമതിയുടെ മൂല്യം. ഈ കനത്ത ആശ്രയത്വം വൻതോതിലുള്ള വിദേശ നാണ്യ പ്രവാഹത്തിന് കാരണമാവുകയും ഇന്ത്യൻ വ്യവസായങ്ങളെ അന്താരാഷ്ട്ര വിതരണ തടസ്സങ്ങൾക്ക് കാരണമാക്കുകയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വേനൽക്കാല വിളകളുടെ വിതയ്ക്കലിൽ 7% വർധനവ്. അനുകൂല കാലാവസ്ഥയും മികച്ച ജലലഭ്യതയും നേട്ടമായി. നെല്ല്, ചോളം എന്നിവയുടെ ഉൽപാദനം ഇത്തവണ ഉയരുമെന്നാണ് കണക്കാക്കുന്നത്. വേനൽക്കാല വിളകളുടെ വിതയ്ക്കൽ 7% ഉയർന്നതാണ് ഇതിനുള്ള ഘടകമായി വിലയിരുത്തുന്നത്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് മുന്നിലുള്ളത്. റാബി വിളവെടുപ്പിനും ഖാരിഫ് വിതയ്ക്കലിനും ഇടയിലുള്ള വേനൽക്കാല കൃഷിയെ പൊതുവെ സായുധ വിളകളെന്നാണ് വിളിക്കുന്നത്. കൃഷി മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് സായുധ കൃഷിയെ 78.82 ലക്ഷം ഹെക്ടറായി വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഒരു വർഷം മുമ്പ് ഇത് 71.94 ലക്ഷം ഹെക്ടറായിരുന്നു. മിക്ക വിളകളുടെയും വ്യാപ്തി സാധാരണയേക്കാൾ കൂടുതലാണ്. നെൽകൃഷിയിൽ 3%-ലധികം വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചോളം 1.5% ഉയർന്നു. ചെറുപയർ കൃഷിയിലും വർധനയുണ്ടായി. എണ്ണക്കുരു കൃഷിയിൽ 0.28% വർധനയാണ് ഉണ്ടായത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോർപ്പറേറ്റീവും ഫൗണ്ടേഷൻ ഫോർ ഡെവലപ്മെന്റ് ഓഫ് റൂറൽ വാല്യൂ ചെയിൻസും കൈകോർക്കുന്നു. ഇന്ത്യയിലുടനീളമുള്ള കർഷക ഉൽപാദക സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം.
ഇരുവിഭാഗങ്ങളുടെയും സഹകരണത്തിലൂടെ രാജ്യത്തുടനീളമുള്ള 800 കർഷക ഉൽപാദക സംഘങ്ങൾക്കും 10 ലക്ഷം കർഷകർക്കും പ്രയോജനം ലഭിക്കാൻ സാധ്യതയുണ്ട്. നൂതനവും സുസ്ഥിരവും ഉയർന്ന നിലവാരമുള്ളതുമായ കാർഷിക ഇൻപുട്ടുകൾ ലഭ്യമാക്കുന്നതിലൂടെ ഇന്ത്യയിലുടനീളമുള്ള കർഷക ഉൽപാദക സംഘടനകളെ ശാക്തീകരിക്കുകയാണ് ലക്ഷ്യം. ഗ്രാമവികസന മന്ത്രാലയത്തിന്റെയും ടാറ്റ ട്രസ്റ്റിന്റെയും സംയുക്ത സംരംഭമാണ് ഫൗണ്ടേഷൻ ഫോർ ഡെവലപ്മെന്റ് ഓഫ് റൂറൽ വാല്യൂ ചെയിൻസ്. ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോർപ്പറേറ്റീവിന്റെ മാർക്കറ്റിംഗ് ഡയറക്ടർ യോഗേന്ദ്ര കുമാറും ഫൗണ്ടേഷൻ ഫോർ ഡെവലപ്മെന്റ് ഓഫ് റൂറൽ വാല്യൂ ചെയിൻസിന്റെ സിഇഒ ബിപിൻ ബിഹാരിയുമാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. സഹകരണത്തിന്റെ ഭാഗമായി ഫൗണ്ടേഷൻ ഫോർ ഡെവലപ്മെന്റ് ഓഫ് റൂറൽ വാല്യൂ ചെയിൻസുമായി ബന്ധപ്പെട്ട FPOകൾക്ക് നൂതന നാനോ വളങ്ങൾ, ബയോസ്റ്റിമുലന്റുകൾ, സ്പെഷ്യാലിറ്റി വളങ്ങൾ, ജൈവ വളങ്ങൾ, ജൈവ ഡീകമ്പോസറുകൾ തുടങ്ങിയ ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോർപ്പറേറ്റീവ് വിതരണം ചെയ്യും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അടുത്ത വർഷം ഇന്ത്യയുടെ അരി കയറ്റുമതി 24 മില്യൺ ടണ്ണിലേക്ക് എത്തും. ആഗോള വിപണി വിഹിതത്തിന്റെ 40% സ്വന്തമാക്കുമെന്ന് റിപ്പോർട്ട്. 2025-26 വിപണന വർഷത്തിൽ ഇന്ത്യ 24 മില്യൺ ടൺ അരി കയറ്റുമതി ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചറിന്റെ റിപ്പോർട്ട്. ഇതോടെ ആഗോള വിപണി വിഹിതത്തിന്റെ 40% ഇന്ത്യ സ്വന്തമാക്കും. അതേസമയം 2025-ൽ ഇന്ത്യയിൽ അരി ഉൽപാദനം തുടർച്ചയായി 10ാമത്തെ റെക്കോർഡ് നേട്ടം കൈവരിക്കുമെന്ന പ്രതീക്ഷ USDA പങ്കുവയ്ക്കുന്നുണ്ട്. എന്നാൽ വിളവെടുപ്പ് വിസ്തൃതിയിലെ കുറവ് മൂലം വർധനവ് മിതമായിരിക്കുമെന്നും അഭിപ്രായമുണ്ട്. ഏപ്രിൽ മുതൽ മാർച്ച് വരെയുള്ള ഇന്ത്യൻ സാമ്പത്തിക വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒക്ടോബറിൽ ആരംഭിച്ച് സെപ്റ്റംബറിൽ അവസാനിക്കുന്നതാണ് വിപണന വർഷം. 2023 മുതൽ 2024 വരെ കാലാവസ്ഥാ പ്രശ്നങ്ങൾ കാരണം ഉൽപാദനത്തിലെ ഇടിവ് കണക്കിലെടുത്ത് ഇന്ത്യ അരിക്കയറ്റുമതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 196, RSS 5 192, ലാറ്റക്സ് 142, ജാതിക്ക 350, ജാതിപത്രി 1800 മുതൽ 2000 വരെ, ഗ്രാമ്പു 900, അടയ്ക്ക 255, കാപ്പിക്കുരു 260, കൊക്കോ പരിപ്പ് 360, കുരുമുളക് ഗാർബിൾ 70,200, കുരുമുളക് അൺഗാർബിൾ 68,200, ഏലക്ക 2000 മുതൽ 2100 വരെ, വെളിച്ചെണ്ണ 27,000, കൊപ്ര 17,900, ചുക്ക് 22,500.